കഴിഞ്ഞ 36 ദിവസമായി ദില്ലിയിലെ ജന്തർ മന്ദിറിൽ നീറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നതുമായി ബന്ധപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പാർട്ടികളുടെ നേതൃത്വത്തിൽ നടന്ന സമരം ഒടുവിൽ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയിലാണ് കലാശിച്ചത്. ഇപ്പോൾ സമാനമായൊരു വിവാദം ഉയർന്നു വന്നിരിക്കുന്ന ആം ആദ്മി പാർട്ടിയാണ് പാർട്ടികളുടെ ഗോഡ് ഫാദേഴ്സ്. ആം ആദ്മി പാർട്ടി ഭരിക്കുന്ന പഞ്ചാബിൽ ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നു. അവിടെ BJPയും കോൺഗ്രസും അകാലിദളും വലിയൊരു സമരമുഖത്തേക്ക് എത്തിയിരിക്കുന്നു. ഇന്നലെ മുതൽ തന്നെ അവിടെ സമരം ആരംഭിച്ചിട്ടുണ്ട്. ഭഗവന്ത് മാൻ സർക്കാരിനെതിരെ പ്രതിപക്ഷ പാർട്ടികളാണ് സമരം നടത്തുന്നത്. പഞ്ചാബ് വിദ്യാഭ്യാസ മന്ത്രി ഹർജോത് സിംഗിനെതിരെ വിദ്യാർത്ഥികളും ഇപ്പോൾ തെരുവിലിറങ്ങിയിട്ടുണ്ട്. ഒപ്പം തന്നെ അവിടുത്തെ ആരോഗ്യമന്ത്രി ബെയിൻസും രാജിവെക്കണം. കാരണം 2 ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നുള്ള ചോദ്യപേപ്പറുകളാണ് ചോർന്നിരിക്കുന്നത്. പഞ്ചാബ് ഫാർമസി റിക്രൂട്ട്മെന്റ് +2 ബോർഡ് എക്സാമിന്റെ പേപ്പറും ഗ്രൂപ്പ് B റിക്രൂട്ട്മെന്റ് പരീക്ഷയുടെ പേപ്പറുകളുമാണ് ചോർന്നത്. ഇതാണ് വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്ന് വിദ്യാർത്ഥികൾ ആവശ്യപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണം. രണ്ടാമത്തേത് ബാബ ഫരീദ് ആരോഗ്യശാസ്ത്ര സർവകലാശാല നടത്തിയ എക്സാം, ഒപ്പം തന്നെ കൃഷി ഓഫീസർ നിയമന പരീക്ഷയിലെ ചോദ്യപേപ്പർ ചോർച്ച. അങ്ങനെ ചോദ്യപേപ്പർ ചോർച്ചയുടെ ഒരു മാലപ്പടക്കം പോലെയാണ് പഞ്ചാബിൽ ഇത് പുതിയ സംഭവം എന്നല്ല. ഇതിനു മുമ്പ് ചോദ്യപേപ്പറുകളൊക്കെ ഒരുപാട് ചോരുന്ന ഒരു സംസ്ഥാനം കൂടിയാണ്. ഏതായാലും ഇതിന്റെ പശ്ചാത്തലത്തിൽ ഈ ആരോഗ്യ വകുപ്പിന് കീഴിലുള്ള പരീക്ഷാർത്ഥികളുടെ ചോദ്യപേപ്പർ ചോർന്നതിലും വിദ്യാർത്ഥികളുടെ +2 ബോർഡ് എക്സാമിന്റെ ചോദ്യപേപ്പർ ചോർന്നതിലുമാണ് ഇപ്പോൾ പ്രതിഷേധം ഉയരുന്നത്. ഇവിടെ പ്രധാനമായി പ്രചരിക്കുന്ന ഒരു വീഡിയോ സിസോദിയുടെയാണ്. ആം ആദ്മി പാർട്ടി നേതാവ് സിസോദിയുടെയാണ്. സിസോദിയെ മുൻപ് പറഞ്ഞിരുന്നത്, ഞങ്ങളുടെ സർക്കാരിൽ ആരെങ്കിലും ഈ ചോദ്യപേപ്പർ ചോർന്നാൽ ഉടൻ തന്നെ ആ മന്ത്രി രാജിവെക്കൂ എന്ന് പറഞ്ഞു. എന്നാൽ രാജിവെക്കൂ എന്നാണ് ഇപ്പോൾ വിദ്യാർത്ഥികൾ ആവശ്യപ്പെടുന്നത്. പാർട്ടിയോട് ചോദിക്കുമ്പോൾ അവർക്കൊന്നും തന്നെ പറയാനില്ല. മുമ്പ് ഈ പാർട്ടിയുടെ നേതാവ് പറഞ്ഞത് എവിടെ നടന്നാലും ഞങ്ങൾ സമരം ചെയ്യുന്നു എന്ന്. ഇവരെ ആരും ഇവിടെ കാണുന്നില്ല. കാരണം ഭരിക്കുന്നത് ഇവരുടെ തലതൊട്ടപ്പന്മാരായ ആം ആദ്മി പാർട്ടിയാണ്. അതുകൊണ്ടായിരിക്കാം പാർട്ടികൾ അങ്ങോട്ട് പോകാത്തത്. ഏതായാലും ഈ സമരത്തിന് കൊടിപിടിച്ചവരും പോസ്റ്റ് ഇട്ടവരും ഒക്കെ പഞ്ചാബിലേക്ക് കൂടി നോക്കണം. പഞ്ചാബ് എന്ന് പറയുന്നത് വേറെ രാജ്യമല്ല, ഇന്ത്യയുടെ ഭാഗമാണ്. അവിടുത്തെ വിദ്യാർത്ഥികളും നമ്മളുടെ തന്നെയാണ്. ആ വിദ്യാർത്ഥികളുടെ ചോദ്യപേപ്പർ ചോർന്നതിന് എന്തുകൊണ്ട് ചോദ്യം ഉയർത്തുന്നില്ല ഇവിടുത്തെ സെലിബ്രിറ്റികളും ഇല്ലെങ്കിൽ ആക്ടിവിസ്റ്റുകളും ഇല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലെ താരങ്ങളും ഒക്കെ എന്നുള്ളത് അറിയാൻ ജനത്തിനും ആഗ്രഹമുണ്ട്. പാർട്ടിയുടെ അഭിപ്രായം ചോദിക്കുമ്പോൾ പാർട്ടി കാറിൽ കയറി മുങ്ങുന്ന കാഴ്ചയും ഇന്നലെ ദില്ലിയിൽ നിന്ന് കാണാൻ കഴിഞ്ഞു. ഏതായാലും പാർട്ടികളുടെ ഇരട്ടത്താപ്പ് നടപ്പില്ല. കാരണം ഇവിടെ ഒരു നവോത്ഥാനത്തിന് വേണ്ടി വന്ന അവർ ഇതും കാണാതെ പോകരുത്. ഇല്ലെങ്കിൽ ജനം നിങ്ങളെ കാണിച്ചു തന്നെ വിടും. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.